16-ാം നൂറ്റാണ്ടിലെ ഒരു പടുകൂറ്റൻ സാമ്രാജ്യം. ഇന്നത്തെ മെക്സിക്കോയിലാണ് ആ സാമ്രാജ്യം സ്ഥിതി ചെയ്തിരുന്നത്. അതിൻ്റെ പേര് ആസ്ടെക്. ലക്ഷക്കണക്കിന് ആളുകൾ ആ വലിയ പട്ടണത്തിൽ താമസിച്ചിരുന്നു. അതിമനോഹരമായിട്ടുള്ള നിർമ്മിതികളാണ് ആ പട്ടണത്തിലുണ്ടായിരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ എടുത്താലും ക്ലീൻനെസ് എടുത്താലും ആ കാലഘട്ടത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ വളരെയധികം മുന്നിലായിരുന്നു ആസ്ടെക് സാമ്രാജ്യം. അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആ വലിയ പട്ടണത്തിലേക്ക് 500 സ്ട്രേഞ്ചേഴ്സ് കടന്നു വരുന്നു. അവർക്ക് ആ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ആ 500 പേരോടൊപ്പം അവർ പോലും അറിയാത്ത അദൃശ്യമായിട്ടുള്ള ഒരു ആയുധം കൂടി ഉണ്ടായിരുന്നു. ആ ആയുധവുമായിട്ട് അവരവിടെ ചെന്ന് കയറി 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സാമ്രാജ്യം തന്നെ അപ്പാടെ തകർന്ന് ഇല്ലാതെയായി. ആസ്ടെക് സാമ്രാജ്യത്തിൻ്റെ ചരിത്രം അത് ഏതൊരു വാർ മൂവിയേക്കാൾ ത്രില്ലിംഗ് ആണ്, ഷോക്കിംഗ് ആണ്, ബ്ലഡി വാറാണ്. ഇന്ന് നമ്മൾ ആസ്ടെക് സാമ്രാജ്യത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ പതനം നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. ആസ്ടെക് സാമ്രാജ്യത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നത് 1519-ലാണ്. 1519-ൻ്റെ തുടക്കത്തിൽ ഇത് അതിശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. അതിൻ്റെ തലസ്ഥാന നഗരം ടെനോച്റ്റിറ്റ്ലാനാണ്. ഇത്രയേറെ മനോഹരമായിട്ടുള്ള ഒരു തലസ്ഥാന നഗരി ലോകത്തെങ്ങും കാണില്ല. ഈ തലസ്ഥാന നഗരി ശരിക്കും ഒരു ദ്വീപാണ്. ഒരു വലിയ തടാകത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ തലസ്ഥാനം. അതിനെ മെയിൻലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന പാലങ്ങളുണ്ട്. കല്ലുകൾ ഭംഗിയായി അടുക്കി വെച്ചുണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ പാലങ്ങൾ. അന്നത്തെ ചക്രവർത്തി മോണ്ടിസുമ രണ്ടാമനാണ്. അദ്ദേഹം വളരെ ധനികനാണ്, വലിയ ദേശീയക്കാരനാണ്. ആ പ്രദേശത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. ആസ്ടെക്കിൻ്റെ ചുറ്റുപാടും ഒരുപാട് അയൽ പ്രദേശങ്ങളുണ്ട്. ആ അയൽ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ട്രൈബൽസ് അല്ലെങ്കിൽ ആദിവാസികളാണ്. ഈ ആദിവാസികളുടെ ജീവിതം വളരെ കഷ്ടമായിരുന്നു. ശരിക്കും അടിമകളെപ്പോലെയാണ് അവർ അവിടെ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. അവരിൽ നിന്നും വളരെ ഹെവി ആയിട്ടുള്ള ടാക്സ് ആസ്ടെക് കളക്ട് ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് ഒരു രീതിയിലുള്ള സേവനവും കൊടുത്തിരുന്നില്ല. മാത്രമല്ല ഇവരെ പലപ്പോഴും ആസ്ടെക് ദൈവന്മാർക്ക് കുരുതി കൊടുത്തിരുന്നു. ട്രൈബൽസിന് എതിർത്തൊന്നും പറയാൻ പോലും സാധിക്കില്ല. അവർക്ക് ഒരു ചെറു വിരൽ പോലും അനക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ പിന്നീട് അവശേഷിക്കില്ല. പക്ഷേ അവരുടെ എല്ലാം ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര തീവ്രമായിട്ടുള്ള വൈരാഗ്യം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഒരു നല്ല അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആസ്ടെക്കിനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. അങ്ങനെ ഇരിക്കെയാണ് 1519-ൽ ആസ്ടെക്കിൻ്റെ പരിസര പ്രദേശത്ത് ഒരു കപ്പൽ അടുക്കുന്നത്. അതൊരു സ്പാനിഷ് കപ്പലായിരുന്നു. ഹെർണൻ കോർട്ടസ് എന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കമാൻഡറാണ് ആ കപ്പലിനെ നയിച്ചിരുന്നത്. അദ്ദേഹത്തോടൊപ്പം 500 സ്പാനിഷ് പട്ടാളക്കാരുണ്ടായിരുന്നു. 16ഓളം വരുന്ന കുതിരകളുണ്ട്, ക്യാനനുകൾ അല്ലെങ്കിൽ പീരങ്കികളുണ്ട്, തോക്കുകളുമുണ്ട്. ആ പ്രദേശത്തുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള നേറ്റീവ് പീപ്പിൾ ഇവരെ കണ്ടപ്പോൾ ഒന്ന് ഭയന്നു. പക്ഷേ അവർക്ക് കാര്യമായിട്ട് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർ ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് വെറും 500 ആളുകൾ മാത്രം. എന്നാലും വലിയ കൗതുകത്തോടു കൂടിയാണ് ഹെർണൻ കോർട്ടസിനെയും അദ്ദേഹത്തിനോടൊപ്പം വന്ന സ്പാനിഷുകാരെയും ഇവർ നോക്കിക്കണ്ടത്. ഹെർണൻ കോർട്ടസ് കൊണ്ടുവന്ന ആയുധങ്ങളെക്കാൾ മൂർച്ചയേറിയ ഒരു ആയുധത്തെ അദ്ദേഹത്തിന് സെൻട്രൽ മെക്സിക്കോയിൽ നിന്ന് തന്നെ കിട്ടി. അത് ഇരുമ്പ് കൊണ്ടോ ലോഹം കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആയുധമായിരുന്നില്ല. കുതിരയോ ആനയോ ഒട്ടകമോ ഒന്നും ആയിരുന്നില്ല. അതൊരു സ്ത്രീ ആയിരുന്നു. ലാ മലിൻചെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആസ്ടെക്കിലുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയല്ല ആസ്ടെക്കിന് ചുറ്റുമുള്ള ആദിവാസികൾ സംസാരിക്കുന്നത്. ആ ആദിവാസികൾ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഭാഷയുമുണ്ട്. ലാ മെലിൻചയ്ക്ക് ഈ ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. സ്പാനിഷിൽ പോലും അവർക്ക് സംസാരിക്കാൻ സാധിക്കും. ഹെർണൻ കോർട്ടസിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു നിധിയായിരുന്നു ലാ മെലിൻചെ. ലാ മെലിൻചയിലൂടെ അദ്ദേഹം അവിടെയുള്ള ആദിവാസി നേതാക്കളുമായി സംസാരിച്ചു. ആ സംഭാഷണത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. ആസ്ടെക് സാമ്രാജ്യം അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ശക്തമല്ല. ആസ്ടെക് സാമ്രാജ്യത്തെ തകർക്കാൻ സാധിക്കുന്ന ആയുധങ്ങൾ ആസ്ടെക് സാമ്രാജ്യത്തിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് ധാരാളമായിട്ട്.
ആദിവാസികളാണ്. ഓരോ ആദിവാസികളുടെയും പ്രശ്നം അദ്ദേഹം നേരിട്ട് ലാ മെലിൻചയിലൂടെ മനസ്സിലാക്കി. എന്നിട്ട് അവർക്കെല്ലാം ഒരു വാഗ്ദാനവും കൊടുത്തു. നമുക്ക് ഈ ആസ്തെക് സാമ്രാജ്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നാൽ മതി. അങ്ങനെ എൻ്റെ ഒപ്പം നിന്നാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. നിങ്ങൾ പിന്നീട് ആർക്കും ഒരു രീതിയിലുള്ള ടാക്സും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ബലി കൊടുക്കാനായിട്ട് ആരും മുതിരില്ല. നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ട്. ആ ഗോത്രവിഭാഗങ്ങളിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഗോത്രവിഭാഗം ത്ലാക്സ്കലൻസ് ആയിരുന്നു. ത്ലാക്സ്കലൻസും ഈ 500 സ്പാനിഷ് പട്ടാളക്കാരും ഒന്നിച്ചു. അങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഹെർനൻ കോർട്ടസ് വെറും 500 പേരടങ്ങുന്ന ഒരു സൈന്യത്തിൻ്റെ തലവൻ എന്നത് മാറി ആയിരക്കണക്കിന് പടയാളികളുള്ള ഒരു സൈന്യത്തിൻ്റെ തലവനായി മാറി. ആ 500 പേരെക്കാൾ കുറച്ചുകൂടെ ശക്തരായിരുന്നു ഈ ആദിവാസി വിഭാഗത്തിലുള്ള ആളുകൾ. കാരണം അവരുടെ ഉള്ളിൽ പുകയുന്ന വൈരാഗ്യമുണ്ട്. പട്ടാളക്കാർക്ക് പണം കിട്ടിയാൽ മതി, സ്വർണം കിട്ടിയാൽ മതി, പെണ്ണുങ്ങളെ കിട്ടിയാൽ മതി, ഭക്ഷണം കിട്ടിയാൽ മതി. പക്ഷേ ആ ആദിവാസികൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്, അവരുടെ ജീവനാണ്, ആത്മാഭിമാനമാണ്. അങ്ങനെ ആയിരക്കണക്കിന് പടയാളികളടങ്ങുന്ന ആ സംഘം നേരെ ടെനോച്റ്റിറ്റ്ലാനിലേക്ക് മാർച്ച് ചെയ്തു. 1519 നവംബർ മാസത്തിൽ ഈ സംഘം ടെനോച്റ്റിറ്റ്ലാൻ്റെ പരിസര പ്രദേശത്തെത്തി. അവരുടെ മുൻപിലുള്ളത് വിശാലമായ ഒരു തടാകം. ആ തടാകത്തിൻ്റെ നടുക്കായി അതിമനോഹരമായ ഒരു പട്ടണം. പക്ഷേ ഇങ്ങേക്കരയിൽ നിന്നുകൊണ്ട് ആ പട്ടണം വിശാലമായിട്ടൊന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ല. മുൻപിലൊരു പാലമുണ്ട്, ഭംഗിയായി കല്ലുകൾ അടുക്കി വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പാലം. ആ പാലം നടന്ന് അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ നഗരത്തിലെത്താം. പതിയെ അവർ മാർച്ച് ചെയ്യാൻ തുടങ്ങി. മാർച്ച് ചെയ്ത് അവർ ടെനോച്റ്റിറ്റ്ലാൻ്റെ ഒത്ത നടുവിലെത്തി. ഹെർമാൻ കോർട്ടസിനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പടയാളികൾക്കും ശരിക്കും അത്ഭുതമായിരുന്നു. അവർ കരുതിയിരുന്നത് ലോകത്തിലെ അതിമനോഹരമായിട്ടുള്ള പട്ടണങ്ങളൊക്കെ യൂറോപ്പിലാണ് ഉണ്ടായിരുന്നതെന്നാണ്. പക്ഷേ അവർ വന്ന സ്പെയിനേക്കാൾ അതിമനോഹരമാണ് ഈ പട്ടണം. എന്തുമാത്രം വൃത്തിയാണ് ഇവിടെ. ഇവിടുത്തെ ഓരോ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിതികളും മനോഹരം തന്നെ. ചന്തകൾ അതിലും ക്ഷേമം. അങ്ങനെ ആ പ്രദേശങ്ങളൊക്കെ കണ്ടാസ്വദിച്ച് നിൽക്കുന്നതിനിടയിൽ ആ പ്രദേശത്തിൻ്റെ തലവനായ അവിടുത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള വ്യക്തിയായ ചക്രവർത്തി അവരുടെ മുൻപിലെത്തി. എല്ലാവരും കരുതുക ഇപ്പോൾ ഒരു വലിയ യുദ്ധം നടക്കുമെന്നായിരിക്കും. പക്ഷേ യുദ്ധമൊന്നും നടന്നില്ല. ശരിക്കും അവരെ സന്തോഷത്തോടുകൂടി ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ച് ഇരുത്തുകയായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. ചരിത്രകാരന്മാർ 2 റീസണാണ് പറയുന്നത്. ഒരു റീസൺ അനുസരിച്ച് ഹെർമാൻ കോർട്ടസിനെ കണ്ടപ്പോൾ അവർ കരുതി അവരാരാധിക്കുന്ന ആസ്തെക് ദേവനാണ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്ന്. ആ ദേവനെയും ദേവനോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികളെയും അവർ സ്നേഹപൂർവ്വം പാരസിലേക്ക് ആനയിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വേർഷൻ അനുസരിച്ച് മോണ്ടിസൂമ രണ്ടാമൻ ചക്രവർത്തിക്ക് ഇവരെ നന്നായിട്ട് മനസ്സിലായി. തൻ്റെ സാമ്രാജ്യത്തെ അട്ടിമറിക്കാനാണ് ഇവർ വന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ കയ്യിൽ ആയുധവുമായിട്ട് നിൽക്കുന്ന ഇവരെ നേരിട്ട് ആക്രമിക്കുന്നത് ബുദ്ധിയല്ല. തൻ്റെ പരിസരത്ത് ഇവരുണ്ടായിരിക്കണം, അവരെ മോണിറ്റർ ചെയ്യാൻ സാധിക്കണം, തക്കതായിട്ടുള്ളൊരവസരം കിട്ടുമ്പോൾ അവരെ അട്ടിമറിക്കണം. ഈ ഒരു ചിന്തയുമായിട്ടാണ് ഹെർനൻ കോർട്ടസിനെയും അദ്ദേഹത്തിൻ്റെ 500 പടയാളികളെയും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ആനയിച്ചത്. പക്ഷേ മോണ്ടിസൂമ രണ്ടാമൻ്റെ ചിന്തകളൊക്കെ പിശകി. അദ്ദേഹത്തെക്കാൾ ശക്തരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ 500 പടയാളികളും അവരുടെ കയ്യിലിരുന്ന തോക്കുകളും. കൊട്ടാരത്തിലെത്തിയ ഹെർനൻ കോർട്ടസും 500 പടയാളികളും ഏതാനും ദിവസങ്ങൾ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. മോണ്ടിസൂമ അവരെ നിർബന്ധിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെ ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷനാണ് ഹെർനൻ കോർട്ടസ് എടുത്തത്. കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണല്ലോ, അവിടെ ആയിരക്കണക്കിന് പടയാളികളുണ്ട്. ഹെർനൻ കോർട്ടസിൻ്റെ കയ്യിൽ ഏതാണ്ട് 500 പേരേ ഉള്ളൂ. പക്ഷേ അവരുടെ കയ്യിൽ തോക്കുകളുണ്ടായിരുന്നു. ഹെർനൻ കോർട്ടസ് ഒന്നും പറയാതെ നേരെ ചക്രവർത്തിയുടെ മുൻപിലേക്ക് നടന്നു. ഒപ്പം കുറച്ച് പടയാളികളും ഉണ്ടായിരുന്നു. മോണ്ടിസൂമയെ നേരെ പോയി അറസ്റ്റ് ചെയ്തു. അതിനുശേഷം തുറങ്കലിലടച്ചു. തുറങ്കലിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ജയിലൊന്നും ആയിരുന്നില്ല. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീട്ടു തടവിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചത്. അദ്ദേഹം തന്നെയാണ് ചക്രവർത്തി. കാരണം ആ പ്രദേശത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മോണ്ടിസൂമ എന്ന് പറയുന്നത് രാജാവ് മാത്രമല്ല, ദൈവതുല്യനാണ്. അപ്പോൾ മോണ്ടിസൂമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾ, ഈ ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. കുറേ പേരെയൊക്കെ വെടിവെച്ച് കൊല്ലാമായിരിക്കും. പക്ഷേ കയ്യിലുള്ള തിരകൾക്ക് അല്ലെങ്കിൽ ഉണ്ടകൾക്ക് പരിമിതിയുണ്ട്.
ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നും വെടിവെച്ച് കൊല്ലാൻ സാധിക്കില്ല, അവരുടെ കൈകൊണ്ട് മരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മോണ്ടിസോമയെ ഒരു പപ്പറ്റായി അല്ലെങ്കിൽ ഒരു പാവ രാജാവാക്കി ഹെർണൻ കോർട്ടസ് മാറ്റി. ഹെർണൻ കോർട്ടസിന് നടപ്പിലാക്കേണ്ട ഓരോ തീരുമാനങ്ങളും ഈ പാവയെ കൊണ്ട് അല്ലെങ്കിൽ മോണ്ടിസോമ രണ്ടാമനെ കൊണ്ട് നടപ്പിലാക്കി. ശരിക്കും മോണ്ടിസോമയാണ് ചക്രവർത്തിയെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കി നടത്തുന്നത് ഹെർണൻ കോർട്ടസ് ആണ്. പക്ഷേ എത്ര കാലം ഇങ്ങനെ ഒരു സാമ്രാജ്യം ഭരിക്കാൻ സാധിക്കും? അതിനൊരു പരിധിയില്ലേ? ഹെർണൻ കോർട്ടസ് എല്ലായ്പ്പോഴും കൊട്ടാരത്തിലുണ്ട്. നിരന്തരമായി അദ്ദേഹം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ അതെപ്പോഴും അങ്ങ് തുടരാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്നല്പം മാറി നിൽക്കേണ്ടി വരും. അങ്ങനൊരവസ്ഥ ഉണ്ടായി. 1520 മെയ് മാസത്തിൽ അദ്ദേഹത്തിന് കുറച്ച് നേരത്തേക്ക് ആ തലസ്ഥാന നഗരിയിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കമാൻഡറായ പെഡ്രോ ഡി ആൽവറാഡോയ്ക്കാണ് ചാർജ് കൊടുത്തത്. പെഡ്രോ ഡി ആൽവറാഡോ മികച്ചൊരു കമാൻഡറൊക്കെ തന്നെയാണ്, പക്ഷേ ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ അത്ര കേവനല്ല. ഹെർണൻ കോർട്ടസിനെ പോലെ അത്ര കണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. നിർഭാഗ്യവശാൽ ആ ദിവസം അന്ന് രാത്രിയിൽ അവിടെ ഒരു വലിയ ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ റിലീജിയസ് പരമായിട്ടുള്ള അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു ആഘോഷം. പക്ഷേ അത് വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു ആഘോഷമൊന്നുമല്ല, അല്പം തീവ്രമായിട്ടുള്ളൊരു ആഘോഷമാണ്. പക്ഷേ പെഡ്രോ ഡി ആൽവറാഡോയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ ആഘോഷ പരിപാടികളും നൃത്തങ്ങളും ഒക്കെ കണ്ടപ്പോൾ തന്നെ ആക്രമിക്കാൻ വരുന്ന ഒരു വലിയ സംഘമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ശരിക്കും അങ്ങ് പേടിച്ചുപോയി. ഒപ്പം ഹെർണൻ കോർട്ടസ് ഇല്ല. എന്ത് തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും ഇവർ കത്തിച്ച് ചാമ്പലാക്കുമെന്ന് പോലും പെഡ്രോ ഡി ആൽവറാഡോയ്ക്ക് തോന്നിപ്പോയി. അദ്ദേഹം മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സകല സൈനികരെയും ആ ആഘോഷ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് വിട്ടു. എല്ലാത്തിനെയും കൊന്നുകളയാനുള്ള നിർദ്ദേശമാണ് അന്ന് അദ്ദേഹം കൊടുക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരെ മാത്രമല്ല, നോബിൾസിനെ പോലും അവർ വകവരുത്തി. ആസ്ടെക്കിലെ ആളുകൾക്ക് ഇതൊട്ടും സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ ഒരു കാരണവുമില്ലാതെയാണ് ആ പട്ടാളക്കാർ കൊന്നു തള്ളിയിരിക്കുന്നത്. ഈ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ദൈവമൊന്നുമല്ല, ഞങ്ങളുടെ ദൈവം ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല, ആ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ആഘോഷത്തിലായിരുന്നു ഞങ്ങൾ. ആ ദൈവത്തിൻ്റെ ആഘോഷം പോലും ഇവർ നശിപ്പിച്ച് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കൊന്നുകളഞ്ഞു. നിമിഷ നേരം കൊണ്ടാണ് കൊട്ടാരത്തിന് ചുറ്റും ഒരു വലിയ സംഖ്യ ആളുകൾ തിങ്ങിക്കൂടിയത്. എല്ലാവർക്കും നല്ല ദേഷ്യമാണ്. ഉള്ളിലുള്ള ആ 500 പട്ടാളക്കാരെ കിട്ടേണ്ട താമസം ഇവർ കശാപ്പ് ചെയ്യും. സംഭവങ്ങൾ നടന്ന് അധികം വൈകുന്നതിന് മുൻപ് തന്നെ ഒരു മെസ്സഞ്ചർ വഴി ഹെർണൻ കോർട്ടസിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. സമയം ഒട്ടും പാഴാക്കാതെ അദ്ദേഹം നേരെ കൊട്ടാരത്തിലേക്ക് വെച്ചുപിടിച്ചു. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. ആളുകൾ ഇപ്പോൾ വലിയ ദേഷ്യത്തിലാണ്. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കൊട്ടാരം പോലും അവർ തീ വെച്ച് നശിപ്പിക്കാം. ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ 500ഓളം വരുന്ന സ്പാനിഷ് പട്ടാളക്കാർ ട്രാപ്ഡാണ്. ഹെർണൻ കോർട്ടസിൻ്റെ തലയിൽ ഒരു ചെറിയ ബുദ്ധി ഉദിച്ചു. ഇവിടെയുള്ള ആളുകളൊക്കെ ദൈവതുല്യനായി കാണുന്ന ഒരു വ്യക്തിയുണ്ട്. അതിവിടുത്തെ ചക്രവർത്തിയായ തൻ്റെ പപ്പറ്റ് രാജാവായ മോണ്ടിസോമ രണ്ടാമനാണ്. അദ്ദേഹം ഒന്ന് അഭിസംബോധന ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മോണ്ടിസോമ രണ്ടാമനുമായി ഹെർണൻ കോർട്ടസ് ബാൽക്കണിയിലേക്ക് എത്തിച്ചേർന്നു. ബാൽക്കണിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഹെർണൻ കോർട്ടസ് ഉത്തരവ് കൊടുത്തു, ആളുകളോട് സംസാരിക്കാൻ, ആളുകളെ ശാന്തരാക്കാൻ. മോണ്ടിസോമ രണ്ടാമനും അതൊരു മികച്ച ഐഡിയ ആയിട്ടാണ് തോന്നിയത്. കാരണം താൻ പറഞ്ഞാൽ ഇവരെല്ലാവരും അനുസരിക്കും, തന്നെ വലിയ ഭയമാണ്. അദ്ദേഹം ഒരു പ്രസംഗം അങ്ങ് നടത്തി. ഹെർണൻ കോർട്ടസിനെയും 500 പട്ടാളക്കാരെയും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. പക്ഷേ ആളുകൾക്കത് സഹിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട രാജാവ് തങ്ങളെ ചതിക്കുന്നു. തങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് ആ സ്പാനിഷ് പട്ടാളക്കാർ ഒരു കാരണവുമില്ലാതെ കൊന്നു തള്ളിയത്. ആ കൊന്നു തള്ളിയ പട്ടാളക്കാരെ ന്യായീകരിച്ചുകൊണ്ടാണ് തങ്ങളുടെ ദൈവതുല്യനായ രാജാവ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു രാജാവിനെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല. അവിടെ കൂടിയിരുന്ന ജനങ്ങൾ കയ്യിൽ കിട്ടിയതൊക്കെ വലിച്ച് രാജാവിൻ്റെ നേർക്കെറിഞ്ഞു. അതിൽ 1-2 വലിപ്പമേറിയ കല്ലുകൾ രാജാവിൻ്റെ തലയിൽ തന്നെയാണ് കൊണ്ടത്. 2 ദിവസം കൂടെ പിന്നീട് മോണ്ടിസോമ രണ്ടാമന് അവിടെ ജീവിച്ചിരിക്കാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹം മരണമടഞ്ഞു. ഇപ്പോഴും അവിടുത്തെ ആളുകൾക്ക് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിലവിൽ 500 പട്ടാളക്കാരും ഹെർണൻ കോർട്ടക്സും സുരക്ഷിതരാണ്.
പക്ഷേ അധിക നേരം ഇങ്ങനെ തുടരാനും സാധിക്കില്ല. ഈ കൊട്ടാരം തന്നെ കത്തിക്കാനുള്ള പ്ലാനിലാണ് പുറത്ത് തിങ്ങിക്കൂടിയിരിക്കുന്ന ജനങ്ങൾ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അവർ ഒരു ഉപായം കണ്ടെത്തി. ഒരു ദിവസം അവർ പ്രത്യേകമായി പ്ലാൻ ചെയ്തെടുത്തു. അത് 1520 ജൂലൈ മാസം 1-ാം തീയതിയാണ്. അന്ന് രാത്രിയിൽ രക്ഷപ്പെടാനാണ് പദ്ധതി. കാരണം രാത്രിയാകുമ്പോൾ ആളുകൾ കാണില്ലല്ലോ. ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. പന്തത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി അന്ന് രാത്രിയിൽ നന്നായി മഴ പെയ്തു. ആ രാത്രി അറിയപ്പെടുന്നത് സാഡ് നൈറ്റ് എന്ന പേരിലാണ്. കാരണം അത് ശരിക്കും ദുഃഖകരമായിട്ടുള്ള ഒരു രാത്രിയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 500 പട്ടാളക്കാരും ഹെർണൻ കോർട്ടസും പതിയെ ശബ്ദമുണ്ടാക്കാതെ കൊട്ടാരത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ അവർ വെളിയിലേക്ക് ഇറങ്ങുന്നത് അവിടെ ഉണ്ടായിരുന്ന 1-2 ആളുകൾ കണ്ടു. അവർ ബഹളമുണ്ടാക്കി. പക്ഷേ അവർക്ക് നേരിട്ട് ഈ 500 പേരെ തടയാൻ സാധിക്കില്ല. കാരണം അവർ ഏതാനും പേർ മാത്രമേ അവിടെ ഉള്ളൂ. അവർ ഒച്ച വെച്ചപ്പോൾ പരിസര പ്രദേശത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഓടി വരാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും ഹെർണൻ കോർട്ടസിനും അദ്ദേഹത്തിനോടൊപ്പമുള്ള പട്ടാളക്കാർക്കും ഇഷ്ടം പോലെ സമയമുണ്ട്. മുൻപിലൊരു വലിയ പാലമാണുള്ളത്. ആ പാലം ഓടി കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവരങ്ങോട്ട് വരില്ല. ഇവർക്ക് വന്നാൽ തന്നെ ഇവരെ പിടികൂടാനും സാധിക്കില്ല. ഹെർണൻ കോർട്ടസും സംഘവും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. പക്ഷേ അവർക്കൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അവരുടെ കയ്യിലൊക്കെ ഒരുപാട് സ്വർണമുണ്ടായിരുന്നു. കൊട്ടാരത്തിലുണ്ടായിരുന്ന വില കൂടിയ സ്വർണങ്ങളും രത്നങ്ങളുമായിട്ടാണ് ഇവർ കടക്കാൻ ശ്രമിക്കുന്നത്. ജീവന് വേണ്ടി ഓടി രക്ഷപ്പെടുമ്പോൾ പോലും അവർ ആ സ്വർണം വലിച്ചെറിയാൻ കൂട്ടാക്കിയില്ല. ആ സ്വർണമൊക്കെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ഓടാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അധികം വേഗതയിൽ ഇവർക്ക് ഓടാൻ കഴിയുമായിരുന്നില്ല. പിന്നാലെ വന്ന അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആസ്തെക് ജനങ്ങൾ അവർ ഇവരെ പുറകിൽ നിന്ന് അടിച്ചിട്ടു. ക്രൂരമായി ചവിട്ടിയും കുത്തിയും അവരെ കൊലപ്പെടുത്തി. പക്ഷേ എല്ലാവരും മരിക്കുന്നില്ല. ഏതാനും ചില പട്ടാളക്കാരും ഹെർണൻ കോർട്ടസും അവിടെ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ആസ്തെക് നിവാസികൾ ആസ്തെക് അവരുടെ സ്വന്തമാക്കി. ഇപ്പോൾ ചക്രവർത്തിയുമില്ല. ഇവിടെ കയ്യേറ്റം നടത്തിയിരിക്കുന്ന സ്പാനിഷ് പട്ടാളക്കാരുമില്ല. അവർ മാത്രം ഇപ്പോൾ വിജയിച്ചു. അവർ മാത്രം ഇപ്പോൾ ആ സാമ്രാജ്യത്തിലുണ്ട്. പക്ഷേ അത് ശാശ്വതമായിട്ടുള്ള ഒരു വിജയമായിരുന്നില്ല. കാരണം ഹെർണൻ കോർട്ടസ് വെളിയിലുണ്ട്. അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഒരു സൈന്യവുമായി മടങ്ങി വരാം. പക്ഷേ ഗുരുതരമായിട്ടുള്ള പരിക്കുകളായിരുന്നു ഹെർണൻ കോർട്ടസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേയധികം നാൾ ഒളിവിൽ വിശ്രമിക്കേണ്ടി വന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഏതാനും ചില പട്ടാളക്കാർക്കും. പക്ഷേ ഈ സമയം കൊണ്ട് പരിസരത്തുണ്ടായിരുന്ന ചില സ്പാനിഷ് കോളനികളിൽ നിന്ന് സ്പാനിഷ് പട്ടാളക്കാരെ അവിടെ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അവരും ഒത്തിരി വലിയ സംഖ്യയൊന്നുമല്ല. ഏതാനും ചില പട്ടാളക്കാർ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അല്പം കൂടി കൂടുതലാണെന്ന് മാത്രം. പക്ഷേ അവർക്ക് ആക്രമിക്കാനുള്ളത്, അവർക്ക് കീഴടക്കാനുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തെയാണ്. എന്നാൽ ആ സാമ്രാജ്യത്തെ തോൽപ്പിക്കേണ്ടത്, അതിനെ കീഴടക്കേണ്ടത് ഹെർണൻ കോർട്ടസിൻ്റെ ഒരു വാശിയാണ്, പ്രതികാരമാണ്. തൻ്റെ വേണ്ടപ്പെട്ട പട്ടാളക്കാരെയാണ് അവർ വകവരുത്തിയിരിക്കുന്നത്. സ്പാനിഷ് പട്ടാളക്കാർ ആസ്തെക്കിൽ നിന്ന് പലായനം ചെയ്തതിന് ശേഷം ആസ്തെക്കിലെ അവസ്ഥ അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. അവിടെയുള്ള ആളുകൾക്കെല്ലാം സ്മോൾ പോക്സ് പിടിപെട്ടു. അന്നേ വരെ ചരിത്രത്തിൽ സ്മോൾ പോക്സ് ആ മേഖലകളിലെങ്ങും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം വന്നത് സ്പാനിഷുകാരിലൂടെയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇൻവിസിബിളായിട്ടുള്ള സ്പാനിഷുകാർ പോലും അറിയാത്ത ഒരു വെപ്പണുമായിട്ടാണ് അവർ വന്നതെന്ന്. യൂറോപ്പിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ സ്മോൾ പോക്സ് വ്യാപകമാണ്. അതിലൂടെ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുമുണ്ട്. പക്ഷേ നിരന്തരമായി വരുന്ന സ്മോൾ പോക്സിൻ്റെ വേവുകളെ തരണം ചെയ്ത യൂറോപ്പിലെ പല ആളുകൾക്കും പ്രതിരോധശേഷിയുണ്ട്. സ്മോൾ പോക്സ് വന്നാലും അവർക്ക് നിലനിൽക്കാൻ സാധിക്കും. അവർക്ക് ഒരുപക്ഷെ ലക്ഷണങ്ങൾ പോലും ആദ്യഘട്ടങ്ങളിലൊന്നും കാണേണ്ടി വരില്ല. ആ പട്ടാളക്കാർക്ക് സ്മോൾ പോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റിയും ഉണ്ടായിരുന്നു. ആ സ്മോൾ പോക്സ് പകർന്നു കിട്ടിയ ആ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആദ്യമായിട്ടാണ് അതിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും മരണപ്പെട്ടു. ഒരു കാട്ടുതീ പോലെയാണ് സ്മോൾ പോക്സ് ആ പ്രദേശം മുഴുവനും വ്യാപിച്ചത്. അതിലൂടെ അനേകം പേർ കൊല്ലപ്പെട്ടു. അവശേഷിക്കുന്ന ആളുകളൊക്കെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അവർക്ക് ശരിക്കും ഒന്ന് പ്രതിരോധിക്കാൻ പോലുമുള്ള ശേഷിയില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ പട്ടാളക്കാരുമായി ആരോഗ്യം വീണ്ടെടുത്ത ഹെർണൻ കോർട്ടസ് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യുന്നത്.
കൊട്ടാരത്തിൽ വന്ന് അവിടെയുള്ളവരെ നേരിട്ടങ്ങ് കൊല്ലാമെന്നുള്ള പദ്ധതിയൊന്നും ഹെർണൻ കോർട്ടസിനില്ല. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ എണ്ണത്തിൽ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ 500 പേര് അല്ലെങ്കിൽ 1000 പേരെ കൊണ്ടൊന്നും അവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഹെർണൻ കോർട്ടസ് ഒരു സീസൺഡ് കമാൻഡറാണ്. അദ്ദേഹത്തിന് യുദ്ധ നയങ്ങളും നീതികളും തന്ത്രങ്ങളുമൊക്കെ നന്നായിട്ട് അറിയാം. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. ടെനോച്ച് ടിറ്റ്ലാൻ നഗരം സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ തടാകത്തിൻ്റെ നടുവിലാണല്ലോ. അതുമായിട്ട് കണക്ട് ചെയ്യാൻ ഏതാനും ചില കൽപ്പാലങ്ങൾ മാത്രം. ആ കൽപ്പാലങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞാലോ? പക്ഷേ എങ്ങനെയാണ് പിന്നീട് ഹെർണൻ കോർട്ടസിന് ആ നഗരത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്? അതിന് അദ്ദേഹം മാർഗം കണ്ടെത്തി. ആ പരിസര പ്രദേശത്ത് എത്തിയതിന് ശേഷം ആദ്യം അദ്ദേഹം ചെയ്യുന്നത് പീരങ്കി ഉണ്ടകൾ ഉപയോഗിച്ച് ആ കൽപ്പാലങ്ങളൊക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തിയായിരുന്നു. അതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. വലിയ വലിയ യുദ്ധക്കപ്പലുകളല്ല, ആ തടാകത്തിലൂടെ സഞ്ചരിക്കാൻ മാത്രം സാധിക്കുന്ന തരത്തിലുള്ള ചെറിയ യുദ്ധക്കപ്പലുകൾ. ഈ യുദ്ധക്കപ്പലുകളിലാണ് അദ്ദേഹവും സംഘവും നേരെ ടെനോച്ച് ടിറ്റ്ലാനിലേക്ക് പോകുന്നത്. അവിടെ പിന്നീട് ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് അരങ്ങേറിയത്. ക്ഷീണിച്ച് അവശരായി കിടന്ന ആ സാധാരണക്കാരായ ജനങ്ങളെ ക്രൂരമായി കൊല ചെയ്തു. സ്പാനിഷുകാർക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര തീവ്രമായിട്ടുള്ള വൈരാഗ്യം അവളുണ്ടായിരുന്ന ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ഉണ്ടായിരുന്നു. 93 ദിവസമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. ആ 93 ദിവസങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സകലമാന ജനങ്ങളെയും അവർ കശാപ്പ് ചെയ്തു. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു, പീരങ്കി ഉണ്ടകളുണ്ടായിരുന്നു. അതെല്ലാം അവർ ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗിച്ചു. അവശേഷിക്കുന്ന ആളുകളെ ഓരോ വീട്ടിലും കയറിയിറങ്ങി അവർ കൊന്നു. പക്ഷേ ടെനോച്ച് ടിറ്റ്ലാനിലെ ആളുകൾ അവർ ഭീരുക്കളായിരുന്നില്ല, ധീരന്മാരായിരുന്നു. അവരുടെ സാമ്രാജ്യം ഇല്ലാതെയാകുന്നതിന് തൊട്ട് മുൻപ് വരെ അവർ നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്നു. അങ്ങനെ പോരാടി അവസാനത്തെ രക്തവും ഊർന്ന് ഇല്ലാതെയാകുമ്പോൾ ആസ്ടെക് സാമ്രാജ്യത്തിൻ്റെ ചരിത്രം അവിടെ അവസാനിക്കുകയാണ്. ഒരു വലിയ സാമ്രാജ്യം വെറും 500 പേര് കാരണം 2 വർഷം കൊണ്ട് ഇല്ലാതെയായി. ഈ ഭൂഗോളത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടു. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.